ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയാണ് ദ്രൗപദിക്ക് എങ്ങനെ അക്ഷയപാത്രം കിട്ടിയെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ദുര്യോധനാദികളുടെ കയ്യിൽ നിന്നും എല്ലാ കൊട്ടാരങ്ങളും നഷ്ടപ്പെട്ടതിന് ശേഷം ദുര്യോധനൻ പറയുകയാണ് പാണ്ഡവരോട്, നിങ്ങളെല്ലാവരും പോയി കാട്ടിൽ താമസിക്കുകയും കാട്ടിൽ താമസിച്ചതിന് ശേഷം ഒരു 12 കൊല്ലം കാട്ടിൽ താമസിക്കുക. അതിന് ശേഷം 1 കൊല്ലം നിങ്ങൾ അജ്ഞാതവാസം ചെയ്തിരിക്കണം. ചെയ്തിട്ട് നിങ്ങളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും 12 വർഷം കാട്ടിൽ തന്നെ രണ്ടാമതും കാട്ടുവാസം തന്നെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ ആൾക്കാർ അവർക്ക് വേണ്ടി പിന്നാലെ നല്ലവരായ മനുഷ്യരുടെ കൂടെ പോരുകയാണ്. ദുര്യോധനൻ ചീത്ത മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് പോരുകയും അദ്ദേഹം ഈ യുധിഷ്ഠിരൻ പറയും, നിങ്ങളാരും വരണ്ട, വന്നാൽ ഞങ്ങൾക്ക് ഭക്ഷണം പോലും തരാൻ പറ്റില്ല, ആ ശാപം കൂടി മേടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, സാരമില്ല, വെള്ളം കുടിച്ച് ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഈ കൂടെയുള്ള ജനങ്ങളും ഒരു സന്യാസി ധ്വനി എന്ന് പറഞ്ഞ ഒരു സന്യാസിയും കൂടിയിട്ട് ഒരിടത്തേക്ക് പോവാണ്. അങ്ങനെ ചെന്നപ്പോൾ ധ്വനി പറയും, വിഷമിക്കേണ്ട യുധിഷ്ഠിര, നീ സൂര്യഭഗവാന് ഒരു മന്ത്രമുണ്ട്, ആ മന്ത്രം ചൊല്ലിയതിന് ശേഷം നീ വിളിക്കുക, അപ്പോൾ വന്നിട്ട് നിനക്കുള്ള പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് പറയുകയും അദ്ദേഹം അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം. അങ്ങനെ യുധിഷ്ഠിരൻ കാലത്ത് കടലിൽ കുളിച്ച് സൂര്യനെ വിളിച്ചപ്പോൾ സൂര്യഭഗവാൻ ഒരു അക്ഷയപാത്രം കൊണ്ടുവരും വരുന്നത്. ആ അക്ഷയപാത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പേരാണ് താമരപാത്രം. അതിനെ പിന്നീട് അക്ഷയപാത്രം എന്ന് അറിയപ്പെടുകയാണ്. അക്ഷയപാത്രം ഈ ദ്രൗപദി ഭക്ഷണം കഴിച്ചതിന് ശേഷം, രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഭക്ഷണം ഉണ്ടാവില്ല എന്നും കൂടി പറയും. 12 വർഷം ഈ അക്ഷയപാത്രം ഉപയോഗിക്കുക എന്നും പറയും. അങ്ങനെ ഇവർ സന്തോഷത്തോടു കൂടി വനത്തിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ ഇരിക്കുമ്പോൾ ദുർവാസാവ് എന്നൊരു സന്യാസി, അദ്ദേഹം ദേവഗണങ്ങളുടെ സന്യാസിയാണ്. അദ്ദേഹം പെട്ടെന്ന് ദുര്യോധനൻ്റെ അടുത്തേക്ക് വന്ന് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹം പോന്നു കഴിഞ്ഞപ്പം ദുര്യോധനോട് ചോദിക്കും, എന്താണ് നിനക്ക് വേണ്ട വരം? അപ്പോൾ അദ്ദേഹം പറയും, എനിക്കിപ്പോൾ വരം വേണ്ട, നിങ്ങൾ ദ്രൗപദിയുടെ അടുത്തേക്ക് പോയിട്ട് വരം അപ്പം ആലോചിച്ചിട്ട് തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഇവർ ദ്രൗപദിയുടെ അടുത്ത് എത്തുമ്പോൾ ഈ അക്ഷയപാത്രത്തിലെല്ലാം ഭക്ഷണം കഴിഞ്ഞു. ദ്രൗപദി ആകെ പരിഭ്രാന്തയായി. ദുർവാസാവ് ശപിച്ച് കഴിഞ്ഞ് പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഭസ്മാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കൃഷ്ണനെ ധ്യാനിച്ചു. കൃഷ്ണൻ പെട്ടെന്ന് വരികയും ഈ കൃഷ്ണൻ പറയും, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവാണ്ടിരിക്കുന്ന ഭക്ഷണം അതിൽ